നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് കൃത്യമായ സ്വാഗതം. വിരുന്ന് ഇപ്പോഴുള്ളത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര എന്ന ഒരു മനോഹരമായ ദേശത്താണ്. ഇവിടെ എത്തുമ്പോൾ മാവേലിക്കര ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപമായി സ്ഥിതി ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു, ആയുർവേദ മേഖലയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ആയുർവേദ പാരമ്പര്യ ചികിത്സാ മേഖലയുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്തുനിന്ന് മാത്രമല്ല ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും രോഗികൾ ഒഴുകിയെത്തുന്ന ഒരു വലിയൊരു സ്ഥാപനമുണ്ട്. ഏകദേശം 39 പരം വർഷത്തെ ആയുർവേദ പാരമ്പര്യ ചികിത്സാ രംഗത്ത് കേരളത്തിൽ തന്നെ പേരുകേട്ട ഒരു മഹത് വ്യക്തിത്വത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തി വരുന്ന ഈ ഒരു സ്ഥാപനം വളരെയധികം രോഗികൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളും പ്രത്യേകതകളും ഒക്കെ നമുക്ക് പങ്കുവെക്കാം. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ, അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന വൈദ്യനികയായിട്ടുള്ള ശ്രീ മോഹനൻ വൈദ്യർ, അദ്ദേഹത്തിന്റെ ഏകദേശം 39 പരം വർഷത്തെ ചികിത്സാ ജീവിതവും നമുക്ക് വളരെ സ്നേഹത്തോടുകൂടി പങ്കുവെക്കാം. വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യാം ശ്രീ മോഹനൻ വൈദ്യരെ വിരുന്നിലേക്ക്. സാർ, നമസ്കാരം. നമസ്കാരം. ഗുരുമുറ്റം ആയുർവേദ ഹോസ്പിറ്റൽ ഏകദേശം മാവേലിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥാപനത്തില് അനേകായിരങ്ങളുടെ ഒരു ആശ്രയ കേന്ദ്രമാണിപ്പോൾ. ഈ ഒരു സ്ഥാപനത്തിന്റെ തുടക്കം, അതുപോലെ തന്നെ വൈദ്യരുടെ ഈ ഒരു മേഖലയിലേക്കുള്ള ആ ഒരു കടന്നുവരവൊക്കെ നമുക്ക് ആദ്യം തന്നെ ചർച്ച ചെയ്യാം. എങ്ങനെയായിരുന്നു ഈ ഒരു മേഖലയിലേക്കുള്ള താങ്കളുടെ തുടക്കം? എൻ്റെ അച്ഛൻ ആയുർവേദ ഡോക്ടറാണ്. അന്ന് ഡോക്ടർ ഡിഗ്രി ഇല്ല. ഓക്കെ. മെഡിക്കൽ കോളേജിൽ പഠിച്ചതാണ്. അത് മെഡിക്കൽ കോളേജ് അല്ല, വേറൊരു ആശുപത്രിയിൽ മാത്രമേ. അത് കഴിഞ്ഞാണ് DIM PMS ഒക്കെ ഇപ്പോഴായതേ ഉള്ളൂ. ഓക്കെ. പിന്നെ എനിക്ക് അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയത് പാരമ്പര്യ ചികിത്സാ സർട്ടിഫിക്കറ്റ്. അത് കിട്ടിയിട്ട് ഇപ്പം 39-37 വർഷത്തോളമായി. ഇന്ന് വരെ തുടർന്ന് വരുന്നു. തിരുവനന്തപുരത്ത് എറണാകുളത്തൊക്കെ ആയിരുന്നു. കോവിഡ് വന്നപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ പാരമ്പര്യത്തിൽ എന്ന് പറഞ്ഞാൽ ചരകപ്രോക്തം എന്ന ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഭാഗങ്ങളാണ് ഞങ്ങളുടെ ഔഷധം. ആ ഔഷധം മറ്റെങ്കിലും ലഭ്യമല്ല. അതായത് ഒരു രോഗം മാറ്റുമെന്ന് പറഞ്ഞാൽ ഇത്ര ദിവസത്തെ മാറ്റം മണിക്കൂർ പറഞ്ഞാൽ കിട്ടുന്നത്, അല്ല വർഷങ്ങളൊന്നും ഇവിടെ ചികിത്സയില്ല. മാറുകയും ചെയ്യും. 36 ദിവസം കൊണ്ട് മാറേണ്ട നമ്മൾ 40 ദിവസം പറയും. അപ്പോൾ അത് കണ്ടില്ല, മനസ്സിലായി. അന്ന് തന്നെ മാറണം പറഞ്ഞ് വരുന്ന ആൾക്കാരെ ഇവര്. പക്ഷെ 10 വർഷം കൊണ്ട് ഉള്ളിൽ കൊണ്ടു നടക്കുന്ന രോഗങ്ങളായിരിക്കും. പലയിടത്തും പോയി പരാജയം വരാറുണ്ട്. അപ്പൊ ഈ ചലകപ്രവർത്തനത്തിൽ ഈ ടെക്സ്റ്റുകളെ ഇന്ന് ഇപ്പൊ വേൾഡിൽ ഞങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ എന്ന് വേണം ഉറപ്പിച്ച് പറയാം. കാരണം വിദേശ ആഫ്രിക്കയും എങ്ങനെയുള്ള അമേരിക്ക എന്നൊക്കെ മലയാളികളോട് നയിക്കാറുണ്ട്. അവർക്കുള്ളവർ കൊണ്ടുപോകാൻ എല്ലാ ഔഷധവും നമ്മൾ ഉണ്ടാക്കുന്നു, നമ്മളത് കൊടുക്കുന്നു. നമ്മൾ റിസൾട്ട് ഉള്ളതിന് മാത്രമേ കൊടുക്കത്തുള്ളൂ. നമ്മൾ തയ്യാറാക്കുന്ന ഈ മരുന്നുകളൊക്കെ നമ്മളെ തേടിയെത്തുന്ന രോഗികൾക്ക് മാത്രം കൊടുക്കാറുള്ളൂ, അതോ മറ്റുള്ള മാർക്കറ്റിൽ ലഭ്യമാണോ? മറ്റുള്ള മാർക്കറ്റിൽ ഇപ്പം ലഭ്യമല്ല. പലരും ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് 6 മാസം കഴിഞ്ഞിട്ട് ആലോചിക്കാം എന്നാണ് വിചാരിക്കുന്നത്. മറ്റൊടുത്ത് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് അത്യാവശ്യം നടന്നു പോകുന്നുണ്ട്. വലിയ കൂടുതലായിട്ട് നമുക്ക് വേണ്ട. വരുന്ന രോഗികൾക്ക് കുറവ് കിട്ടണം എന്നുള്ളത് ഒരു ലക്ഷ്യമാണ്. നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മുടെ ഗുരുമുറ്റത്തിൽ ചെയ്ത് കൊടുക്കുന്ന ചികിത്സകൾ ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങളാണ്? ഇപ്പം നമ്മൾ കൊടുക്കുന്ന ആദ്യം വാതരോഗമാണ് പ്രിഫർ ചെയ്ത്. വാതരോഗം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന കൂടുതൽ രോഗികളുടെ ത്വക്ക് രോഗികളാണ്. സോറിയാസിന്റെ ഭാഗമാണ്. അതിന് സോറിയാറ്റിക് ആർത്തറൈറ്റിസ് ആണ് ടഫ് സബ്ജക്ട്. നഖം കേടായി ഉണ്ടാകുന്നത് സോറിയാറ്റിക് ആർത്തറൈറ്റിസ്. എന്നാൽ അതിൻ്റെ വൈറസും സ്റ്റെഫിലോകോക്കസ് വൈറസ് ഗ്രൂപ്പിൽപ്പെട്ടു. അത് തന്നെ 18 ടൈപ്സ് ആണ്. സോറിയാസിസ് ആണെങ്കിലും 18 ടൈപ്പ് ഉണ്ട്. ഇൻവേഴ്സ് സോറിയാസിസ്, അങ്ങനെ പല ഭാഗമായിട്ട് അറിയപ്പെടും. ഏത് ടൈപ്പുള്ള ത്വക്ക് രോഗമാണെങ്കിലും നമുക്ക് ചികിത്സ ഭേദമാക്കാം. ചിലതാണെങ്കിൽ വളരെ പഴക്കമുള്ളതാണെങ്കിൽ നമുക്ക് മാക്സിമം 6 മാസം 9 മാസം കൊണ്ട് മാറ്റിയെടുക്കാം. അതിന് വേണ്ടി ഒരു 1 ഇയർ ഒരു കാര്യം നമുക്കില്ല. 6 മാസത്തിനുള്ളിൽ നമ്മളത് 6 മാസം അല്ലെ 9 മാസം. അന്നേരം ഓർത്തോളം 18-20 വർഷം പഴക്കമുള്ള രോഗമാണ്.
ഒരു ദിവസം കൊണ്ട് മാറുന്നതല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഹെർണിയ എന്ന് പറയുന്ന ഒരു രോഗത്തിന്റെ ട്രീറ്റ്മെന്റ് പലയിടത്തും സർജറി അത്യാവശ്യമാണ് എന്ന് പറയുന്ന കേസുകളാണല്ലോ ഹെർണിയ പോലുള്ളത്. അതിന്റെ നമ്മളുള്ള ട്രീറ്റ്മെന്റ് ഹെർണിയ സർജറി ഒഴിവാക്കി അതിനെ നമ്മൾ പരിപൂർണമായി മാറ്റുന്ന ആ ഒരു ട്രീറ്റ്മെന്റിന്റെ രീതി എങ്ങനെയാണ്? രീതി പറഞ്ഞാല് ഹെർണിയ 3 ടൈപ്പാണുള്ളത്. ഈ കരളിലേക്ക് വരുന്നുണ്ട് ഇഞ്ചിയിലെ ഹെർണിയ, അത് സർജറി ചെയ്താൽ വീണ്ടും വരും. പിന്നെ പുക്കിള് വീർക്കുന്ന ഒരു ഹെർണിയുണ്ട്, അംബിളിക്കൽ ഹെർണിയ, അത് ഓപ്പറേഷൻ ചെയ്ത് രണ്ടാമത് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിനൊക്കെ ഉപരിയുള്ളത് ഹയാറ്റസ് ഹെർണിയാണ്. ഈ നെഞ്ചിൻ്റെ ഈ ഭാഗത്ത് ഈ 2 സൈഡും ഉള്ളിൽ മുഴച്ച് കയറുക, അതും നമുക്ക് ഓപ്പറേഷൻ കൂടാതെ മാറ്റാം. അത് വീണ്ടും ഇന്ന് വരെ ആരും തിരിച്ചു വന്നിട്ടില്ല. എന്നാൽ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ ഈ രോഗത്തിന് രണ്ടാമത് വന്നിട്ടില്ല. 3 ഹെർണിയായും നമുക്ക് മാറ്റി. പക്ഷെ വേദന വരുന്നതിന് മുമ്പ് വരണം. വേദന തുടങ്ങി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പല രോഗികൾ നമ്മൾ അതിനെ കുറിച്ച് പറയുമ്പോൾ പല രോഗികളും ഇപ്പൊ പേഴ്സണായിട്ട് തന്നെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചിലവർ ഇതിന്റെ ഇത് ഹെർണിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം 1 വർഷം 1.5 വർഷമൊക്കെ അത് വെച്ചതിന് ശേഷമാണ് ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ട്രീറ്റ്മെന്റ് താമസിപ്പിക്കുന്നത് വല്ല കുഴപ്പമുണ്ടോ? താമസിക്കാൻ വേദന വരുന്നതിന് മുമ്പ് വന്നാൽ ഞാൻ ചെയ്യാം. വേദന കല്ലിച്ചാൽ ഇനി 10 വർഷമായാലും വേദന ഇല്ലാത്ത അവസ്ഥയിൽ വന്നാൽ ഞാൻ ക്ലിയർ ചെയ്യാം. അത് ഒരു കോഴ്സ് മതി, 40 ദിവസം. നമ്മളുടെ ഈ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മളുടെ മരുന്നുകളുടെ ഉപയോഗ സമയത്ത് നമ്മൾ പഥ്യം കൊടുക്കാറുണ്ടോ? ഉണ്ട്. അത് ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങൾക്കാണ്? ഹെർണിയയ്ക്ക് കൊടുക്കും, സ്കിൻ ഡിസീസുകാർക്ക് കൊടുക്കും, ചില വാതരോഗികൾക്കും കൊടുക്കണം. ശരീരം മുഴുവൻ നീര്, വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മത്സ്യമാംസം ഒന്നും കഴിക്കാനൊക്കത്തില്ല, നിഷിദ്ധമാണ്. അത് നമ്മളത് പരിപൂർണമായിട്ടും അത് കൃത്യമായിട്ട് അവർക്ക് നിർദ്ദേശം കൊടുക്കാറുണ്ട്. അത് കാരണം അത് ഉള്ളിൽ പഴുപ്പുണ്ടാക്കും മത്സ്യമാംസങ്ങൾ എന്നാലും. അപ്പോൾ വാതരോഗിക്കും ത്വക്ക് രോഗിക്കൊക്കെ ബുദ്ധിമുട്ടാണ്. നമ്മൾ കൊടുക്കുന്ന സമയത്ത് പറയുന്ന സമയത്തൊന്നും രോഗം മാറത്തില്ല. അത് പറഞ്ഞേ കൊടുക്കത്തുള്ളൂ, അല്ലാത്തവർക്ക് നമ്മൾ കൊടുക്കത്തില്ല. കാര്യം അത്ര അത്യാവശ്യമില്ല സാർ. അതുപോലെ തന്നെ ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ചികിത്സകളും ചികിത്സാ രീതികളും നമ്മുടെ മരുന്നുകളെ കുറിച്ച് നമുക്ക് പറയുകയുണ്ടായി. പിന്നീട് നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കുന്ന രോഗങ്ങൾ, നമ്മളിലേക്ക് എത്തുന്ന രോഗികൾ അധികവും ഏതൊക്കെ തരം രോഗങ്ങൾ അതിന്റെ ട്രീറ്റ്മെന്റ് തേടിയാണ്? നമുക്ക് വരുന്ന രോഗികൾ എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആരുമില്ല. 10 വർഷം 15 വർഷം 7 വർഷത്തിൽ ചികിത്സ കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നത്. അത് പല ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിൽ നിന്നും നേരിട്ട് വരുന്നവരുണ്ട്. അത് പ്രധാനമായിട്ട് ത്വക്ക് രോഗത്തിനാണ് കൂടുതൽ വരും. വാതരോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സർജറി കൂടാതെ നടക്കുമെന്ന് ചോദിച്ചുകൊണ്ട് വരുന്നവരുണ്ട്. ഹെർണിയ മാത്രമല്ല, മറ്റു പല രോഗങ്ങളുണ്ട്. വെരിക്കോസ് സർജറി കഴിഞ്ഞാലും അത് വീണ്ടും വരും. നമ്മളത് വെരിക്കോസ് ഉള്ളിലോട്ട് പറ്റിക്കുക. 2 റൂട്ടാണ്, വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി. അത് നമ്മൾ വോളണ്ടറിയാണ് നമ്മൾ കാണുന്നത്. ഇൻവോളണ്ടറി നമ്മളോട് സ്റ്റോക്ക് ചെയ്തിട്ട് വോളണ്ടറി നമ്മൾ ഉണക്കിയെടുക്കുകയാണ്. ഇപ്പം അതുപോലെ ഇപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന ഈ പൈൽസ് പോലുള്ള രോഗങ്ങൾക്ക് സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചികിത്സാ രീതി, നമ്മളുടെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? അതിന്റെ ഒരു സക്സസ്, നമ്മുടെ ലിമിറ്റ് എങ്ങനെയാണ്? 40 ദിവസത്തെ കോഴ്സാണ്. 40 ദിവസം ചെറിയ പഥ്യമേ ഉള്ളൂ, അല്ലാതെ കടും പഥ്യം നമ്മൾ കൊടുക്കാറുണ്ട്. അത് പുറത്തോട്ട് തള്ളുന്നതുണ്ട്, അവിടെ തള്ളിയാൽ തിരിച്ച് കയറി പോകാത്തതുണ്ട്, എപ്പോഴും ബ്ലഡ് വരുന്നതുണ്ട്, വേദന വരും. ഇത് ഏത് ടൈപ്പാണെങ്കിലും നമുക്ക് അങ്ങനെ പൈൽസിൻ്റെ മാറ്റിയെടുക്കാം. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് ഇപ്പോൾ ഉള്ളത് റയർസ് എന്ന് പറഞ്ഞാൽ എന്നും ശരീരത്തിൽ പരു വരുന്നവരുണ്ട്. ആ പരു വന്നു കഴിഞ്ഞാൽ എന്നും കീറിക്കളയുക, അല്ലാതെ വേറെ വഴിയില്ല. ആ പോർഷനിൽ തന്നെയാണ് വരുന്നത്, മനസ്സിലായി. പിന്നെ നമ്മുടെ ഈ സീക്രട്ട് സ്ഥലങ്ങളിലാണ് ഈ പരു വരുന്നത്. അത് നമുക്ക് 3 ദിവസത്തെ ഭക്ഷണത്തിൽ മരുന്ന് കഴിച്ചാൽ ലൈഫിലില്ല, ക്ലോസ് ചെയ്യാൻ പറ്റും. നമ്മുടെ അത്രയ്ക്കും ആ ക്വാളിറ്റി ഉള്ള മെഡിസിൻസ് ആണ് നമ്മൾ അതേ കൊടുക്കത്തുള്ളൂ. നമ്മുടെ മരുന്ന് വേറെ ലഭ്യമല്ല. നമ്മുടെ ശാസ്ത്രം ഇന്ന് ആരുടെയും ഇല്ല. ഇത് വർഷങ്ങളുടെ നമ്മുടെ ഇരിപ്പുണ്ട് ഇപ്പോഴും. അതിനനുസരിച്ച് തന്നെയാണ് ഇപ്പോഴും നമ്മൾ മരുന്നുകൾ തയ്യാറാക്കുന്നത്. എല്ലാ ടൈപ്പിലാണ്. അച്ഛനാണ് അതെല്ലാം തർജ്ജമ ചെയ്ത് വെച്ചത്. ഭാഷകൾ അറിയാവുന്നതുകൊണ്ട് അന്നത്തെ കാലത്ത് അത് ആ ഒരു മൂല്യം മാറ്റാൻ ചോരാതെ തന്നെ അതിപ്പോഴും നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഞങ്ങളുടെ മരുന്ന് മറ്റു അങ്ങാടികളിൽ വാങ്ങിക്കാൻ കിട്ടുന്നില്ല. അങ്ങാടി മരുന്നായി കിട്ടും, നമുക്ക് വരുത്തി തരുക.
അത് തന്നെ. അതിപ്പോ നമുക്ക് ഒരു സ്വാഭാവികമായിട്ടൊരു സംശയം, നമുക്ക് അന്നത്തെ ആ ഒരു ക്വാളിറ്റിയിലുള്ള മരുന്ന് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളൊക്കെ ഇപ്പോഴും ലഭ്യമാണോ? ഇപ്പൊ ലഭ്യം എന്ന് പറഞ്ഞാൽ ചിലത് പഞ്ചാബിൽ കിട്ടും, ചില ഹിമാലയത്തിൽ കിട്ടും, ചിലത് ചൈന കിട്ടും, ചിലത് പാകിസ്ഥാനിൽ കിട്ടും. അവിടുന്ന് കളക്ട് ചെയ്ത് നമുക്ക് തരാൻ ആളുണ്ട്. അങ്ങനെ ഒരുമിച്ച് കൊണ്ടുവന്ന്, അല്ല സാധാരണ ഒരു അങ്ങാടിക്കടയിൽ പോയി കഴിഞ്ഞാൽ ഈ മരുന്നുകളൊന്നും കിട്ടാത്തില്ല. ഇനി അതിനകത്ത് 2 മരുന്ന് ഇപ്പൊ കിട്ടാനില്ലെന്ന് പറഞ്ഞാൽ എന്ന് കിട്ടുമെന്ന് ചോദിക്കും. അന്നേ മരുന്ന് ഉണ്ടാക്കത്തുള്ളൂ. എല്ലാം പരിപൂർണമായി അത് അന്ന് മതി. അതിനിടയ്ക്കുള്ള കച്ചവടമൊന്നും വേണ്ട. നമ്മൾ അത് കൊടുത്താൽ അത് മാറിയിരിക്കണം. നമ്മുടെ ഈ മരുന്നുകളുടെയൊക്കെ ഒരു എക്സ്പയറി നമ്മൾ എത്ര ദിവസത്തേക്ക് അല്ലെങ്കിൽ എത്ര മാസത്തേക്ക്? എണ്ണവർഗ്ഗങ്ങളെല്ലാം 3 വർഷം. 3 വർഷം. ഗുളിക വർഷം 2, ലേഹ്യം ഒറ്റ വർഷം. ഒറ്റ വർഷം നമ്മൾ അതിനുള്ളിൽ അത് ഉപയോഗിച്ച് തീർക്കണം. അതിനുള്ളിലുള്ള സമയമേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ 3 മാസം കൊണ്ട് തീരുന്നുണ്ട്. 3 മാസം കൊണ്ട് നമുക്ക് റിസൾട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇല്ലേ? ഓക്കെ. അതുപോലെ ഗ്യാസ് ട്രബിൾ വർഷങ്ങൾ കൊണ്ടുള്ളത് 40 ദിവസത്തെ കോഴ്സേ ഉള്ളൂ. ഒറ്റ തീർന്നു. അതുപോലെ ഇപ്പൊ ഈ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ ഗ്രേഡ് 1 മാറ്റാം. ഒന്നും പേടിക്കണ്ട. ഗ്രേഡ് 1 എന്ന് പറഞ്ഞാൽ ഗ്രേഡ് 1 or 2 വരെ നമുക്ക് എടുക്കാം. ഗ്രേഡ് 1 എന്ന് പറഞ്ഞാൽ 1 or 2 അതിന്റെ സിമ്പിൾ 1നും 2നും ഇടയ്ക്കാണ് എടുക്കാം. ഒരു പ്രശ്നമില്ല. അതൊരു കോഴ്സ് മതി. അത് എത്ര മാസത്തെ? ആ ഒരു കോഴ്സ് 40 ദിവസം. ഒരു മണ്ഡലകാലം എന്നൊക്കെ പറയും 41 days. പിന്നെ വണ്ണയാനും കിട്ടുന്നേ ഉള്ളൂ. അപ്പൊ അത്രയും ദിവസത്തിനുള്ളിൽ നമുക്ക് അതിനെ പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. 100%. ആൽക്കഹോളിക് ആണെങ്കിലും നോൺ ആൽക്കഹോളിക് പറ്റത്തില്ല. അതിന്റെ ഉള്ളിലാണ് പ്രവർത്തിക്കുന്നത്. ഈ സ്കിന്നിന്റെ കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ പുറമെ ഗ്യാസിലോട്ട് അതിന്റെ പുറമെ എണ്ണമയം പോലെയുള്ളൂ. അത് നമുക്ക് തൂത്ത് കളയാം പൂർണ്ണമായി. അതിന്റെ നീര് കൊള്ളുകയും ഒക്കെ ഉണ്ടാകും. എന്നാലും ആന്തരിക ഭാഗം ആദ്യം ക്ലിയർ ചെയ്യും. എത്ര കടുത്ത ഗ്യാസുകളാണെങ്കിലും എൻഡോസ്കോപ്പി വേണ്ട, കൊളോണോസ്കോപ്പി വേണ്ട, സ്കാനിങ് വേണ്ട. എനിക്ക് വരുന്ന ഒരു അയ്യൂർ പേപ്പറും കൊണ്ടുവരണ്ട. നടന്നേക്ക് പോകുന്നതാണ്. നമ്മൾ നോക്കിക്കോളാം. ആരുടെ റിസൾട്ട് വരികയാണ് കാണണ്ട. ഓക്കെ, തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം. കാരണം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു അതിഥി നമ്മുടെ മുമ്പിൽ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ഒരു നിർദ്ദേശം, അവരുടെ ഒരു നിത്യ ജീവിതത്തിൽ അവർ പാലിക്കേണ്ടതും അല്ലെങ്കിൽ രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതും അല്ലെങ്കിൽ രോഗം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഏത് സമയം മുതൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ള ഒരു ധാരണ താങ്കളെപ്പോലുള്ളവരുടെ ഒരു നിർദ്ദേശം വളരെ വിലപ്പെട്ടതാണ്. എന്താണ് നമ്മുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ളത്? കഴിയുന്ന സഹായങ്ങളും ചെയ്യാറുണ്ട്. പൈസ ഇല്ലാത്ത. ഓക്കെ, അതുപോലെ തന്നെ താങ്കളുടെ ഒരു ഉപദേശം നമ്മളെ കാണുന്ന പ്രേക്ഷകർക്ക് എന്താണ് കൊടുക്കാനുള്ളത്? അവരുടെ ഈ പറഞ്ഞ പോലെയുള്ള രോഗത്തെ വരാതിരിക്കാനും വന്നു കഴിഞ്ഞാൽ അതിനെ ഏത് സമയത്ത് ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നതിനെ കുറിച്ചും താങ്കളുടെ അഭിപ്രായം എന്താണ്? വരാതിരിക്കാനുള്ള ഒരു കാലഘട്ടമല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം ഒരു 80% പോക്ക് രോഗം ഉണ്ടാക്കുന്നതാണ്. ഒരു മിഠായി അതേപോലെ രോഗം ഉണ്ടാക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. നമുക്ക് വന്നു കഴിഞ്ഞ് മാറ്റത്തിനെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി. വരാതിരിക്കാമെന്നുള്ള മുൻകൂർ ജാമ്യമില്ല ഒരു ശാസ്ത്രത്തിനും ഇല്ല. നമ്മുടെ ഈ കാലഘട്ടം അങ്ങനെയാണ് വന്നു പോകും. പിന്നെ എണ്ണ മാറും, ഗ്യാസിന്റെ മരുന്ന് മാറും, അങ്ങനെയുള്ള ഈ പരുവ് മാറുന്ന കൊണ്ട് തന്നെ വൈറൽ അസുഖങ്ങള് ശരീരത്തിന് ശ്വാസം മുട്ടലുള്ളവര് ഏത് ടൈപ്പ് ആൾക്കാരും വരാം. ഉണ്ടെങ്കിൽ മരുന്ന് കൊടുക്കും, ഇല്ലെങ്കിൽ ഇല്ലാതെ തന്നെ പറയും. ഓക്കെ, വളരെയധികം സന്തോഷം മോഹൻ സാർ. കാരണം താങ്കളുടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റും നമ്മുടെ ഈ ഗുരുമുറ്റം എന്ന ഈ ഒരു ആയുർവേദ ഹോസ്പിറ്റലും കൊണ്ടും അനേക കാര്യങ്ങൾക്ക് ഇനിയും ആശ്വാസകരമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാകട്ടെ. താങ്കളെപ്പോലുള്ളവർ ഈ നാടിന് ആവശ്യമാണ്. താങ്കളുടെ ചികിത്സ, താങ്കളുടെ ഈ ഇത്രയും വർഷത്തെ അനുഭവം കൊണ്ട് നേടിയെടുത്ത ആ കഴിവും ആ മരുന്നുകളുടെ രഹസ്യവും ഗുണവും എല്ലാം ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് താങ്കളുടെ വിലപ്പെട്ട സമയം അറിയാം വെയിറ്റ് ചെയ്ത് രോഗികൾ ഇങ്ങനെ വെളിയിൽ നിൽക്കുന്നു. നമുക്ക് വേണ്ടി തന്നതിന് ലോകത്തുള്ള എല്ലാ വിരുന്നിന്റെ പ്രേക്ഷകരുടെയും പേരിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കിടക്കുമ്പോഴും ഇങ്ങനെ കിടക്കുന്നു. ഒരു ചെറിയൊരു തലയണ വെച്ച് ഇത്രയൊന്നും അകൽച്ചയില്ലായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ അകൽച്ച വന്നതും ഈ കാലുകൾ ഇത്ര പൊങ്ങിയതും ഇപ്പൊ വാർത്തകളെ പിടിച്ചിട്ട് നിൽക്കാനായതും എല്ലാം. മറ്റേത് ഒട്ടും അനങ്ങത്തില്ല, പെടലി അനങ്ങത്തില്ല. ഇപ്പൊ പെടലിയൊക്കെ വ്യത്യാസമുണ്ട്, ചേഞ്ച് ആയിട്ടൊക്കെ വരുന്നു. ഇത് അവര് പറഞ്ഞ അസ്ഥിവാദം എന്ന് പറഞ്ഞ ഒരു വാദം വന്നതാണെന്നാ അവര് പറഞ്ഞത്. നേരത്തെ ഡോക്ടർമാരങ്ങനെ പറഞ്ഞെന്നാ പറഞ്ഞു. പക്ഷെ നമ്മുടെ അടുത്ത് ഇപ്പോഴാണ് വരുന്നത്. വന്നതിന് ശേഷം ഇപ്പൊ വളരെ വ്യത്യാസമുണ്ട്. ആൾക്കാർ വിളിച്ച് നടക്കാനൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് അനങ്ങാൻ പോലും ഒക്കാത്ത ഒരു ഇരിപ്പും ഇപ്പൊ ഒക്കെ ആയിരുന്നു. പറ്റൂലായിരുന്നു. ഇവിടെ വന്നതൊക്കെ ഹാപ്പിയാണ്.
ഏതാനും ദിവസങ്ങളെ ആയുള്ളൂ. വിരുന്നിന്റെ ഈ ഒരു എപ്പിസോഡ് ധന്യമാക്കിയ വ്യക്തി മോഹനൻ വൈദ്യരായിരുന്നു. കേരളത്തിലെ അനേകായിരങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു ജീവിതം സമ്മാനിച്ച വൈദ്യൻ. തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലുള്ളത് അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയായിട്ടുള്ള, അതുപോലെ തന്നെ ഗുരുമുറ്റം ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറും ഇവിടുത്തെ പ്രധാന ചികിത്സകനും, അതുപോലെ തന്നെ നമ്മുടെ ഗുരുമുറ്റത്തിൻ്റെ എല്ലാമായിട്ടുള്ള സത്യനേഷ് ജി മോഹൻ സാറാണ്. അദ്ദേഹത്തെയും നമ്മുടെ ലോകമെമ്പാടുമുള്ള വിരുന്നിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. ഓക്കെ, നമുക്കിപ്പോൾ നമ്മുടെ മോഹനൻ വൈദ്യർ പറഞ്ഞതുപോലെ ഇവിടുത്തെ ചികിത്സാ രീതികളെക്കുറിച്ചും ചികിത്സകളുടെ അദ്ദേഹം കടന്നു വന്ന വഴികളെക്കുറിച്ചും ഒക്കെ പങ്കുവച്ചു. ഇനി നമ്മളുടെ ഗുരുമുറ്റത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, താങ്കളുടെ നേതൃത്വത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങൾ, പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന കുറേ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് ആദ്യം പറഞ്ഞു തുടങ്ങാം. എങ്ങനെയാണ് നമ്മളുടെ ഒരു മെയിൻ ട്രീറ്റ്മെൻറ്റുകൾ താങ്കളുടെ നേതൃത്വത്തിൽ ഇവിടെ കൊടുക്കുന്നത്? നമ്മൾ പ്രധാനമായിട്ടും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് രോഗിയുടെ അവസ്ഥയായിരിക്കും. നമ്മളുടെ ചികിത്സാ രീതികൾ പ്രധാനമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗികളുടെ ഓരോ രോഗം അനുസരിച്ചാണ് നമ്മൾ ചികിത്സ നിർദ്ദേശിക്കുന്നത്. ചില രോഗികൾക്ക് നമുക്ക് അഡ്മിഷൻ കൊടുക്കേണ്ടി വന്നേക്കാം. നമ്മൾ എങ്കിലും ഒരു 99% രോഗികൾക്ക് ഇവിടെ അഡ്മിഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറില്ല. അവരുടെ വീട്ടിലെ സ്ഥിതി എന്താണ്, കാരണം ആരെങ്കിലും ഹെൽപ്പിനുണ്ടെങ്കിൽ അവരോട് നമ്മൾ കഴിവതും വീട്ടിൽ ചെയ്തുകൊള്ളാൻ തന്നെ പറയും. കാരണം അതിനുള്ള രോഗാവസ്ഥകൾ മിക്കവരുള്ളവർക്ക് കാണുകയുള്ളൂ. പിന്നെ ഒട്ടും വയ്യ, ആരും സഹായിക്കാനും ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മളിവിടെ ഇൻപേഷ്യൻ്റ് ആയിട്ട് അഡ്മിറ്റ് ചെയ്യാറുണ്ട്. ഇതാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇൻപേഷ്യൻ്റ് ആയിട്ടുള്ള രോഗികൾക്കുള്ള സൗകര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന, പിന്നെ അവർക്ക് നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ കൊടുക്കുന്ന സൗകര്യങ്ങൾ? ഇവിടെ കൊടുക്കുന്ന സൗകര്യങ്ങളെന്ന് അവർക്ക് താമസിക്കാനുള്ള മുറി, അവർക്കും അവർക്ക് കൂടെ വരുന്ന ബൈസ്റ്റാൻഡർക്ക് നമ്മൾ തന്നെ ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ മരുന്നായാലും അതിനുള്ള ചികിത്സ രീതികളും, പിന്നെ കിടപ്പ് ചികിത്സയ്ക്കാണെങ്കിൽ അഭ്യംഗം, പിന്നെ പലതരം കിഴി ചികിത്സകളുണ്ട്, പിന്നെ പലതരം ധാര ചികിത്സകളുണ്ട്. അത് ഓരോ പേഷ്യൻസിന്റെയും രോഗാവസ്ഥ അനുസരിച്ചാണ്. പലർക്കും പല രീതിയിലുള്ള ചികിത്സകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് മെയിനായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ പറയുന്ന ഈ കിഴി, അതുപോലെ തന്നെ തിരുമ്, അതുപോലുള്ള ഒഴിച്ചിൽ പോലുള്ള ചികിത്സകൾക്ക് ആവശ്യമായിട്ടുള്ള എണ്ണകൾ നമ്മൾ തന്നെ തയ്യാറാക്കുന്നതാണല്ലോ. തീർച്ചയായും അതിന്റെ ആ ഒരു ഇത് ഇപ്പോൾ നമ്മൾ കർക്കിടകം പോലുള്ള മാസങ്ങളിലുള്ള കർക്കിടക ചികിത്സ പോലുള്ള ചികിത്സ ഇവിടെ ലഭ്യമാണോ? കർക്കിടക ചികിത്സ നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഒരു 90% കർക്കിടക ചികിത്സ ഒരു മാർക്കറ്റിംഗിന്റെ ഭാഗം തന്നെയാണ്. ആ മാസം വന്ന് ചെയ്തതിന് യാതൊരു പ്രശ്നവും വരുന്നില്ല. പിന്നെ രോഗിയിൽ നമ്മൾ പറഞ്ഞു വിടും, ഈ മാസം നിങ്ങൾ ഒരു വർഷത്തിന് ശേഷം വന്ന് ചെയ്ത് ഇത്ര നല്ലതായിരിക്കും. ആ ഒരു കാലഘട്ടം എത്തുമ്പോൾ ആ രോഗി സ്വയം ചിന്തിക്കും, എനിക്ക് ഈ സമയത്ത് അസുഖം ഉണ്ടാവില്ല, വേദന ഉണ്ടല്ലോ. അങ്ങനെ സ്വയം തന്നെ മനസ്സിലുണ്ടെങ്കിൽ വരുത്തി വെക്കുന്നതാണ് കൂടുതലായിട്ടും നമ്മുടെ കർക്കിടക ചികിത്സക്ക് വരുന്ന ആൾക്കാർ. അത് പക്ക മാർക്കറ്റിംഗ് തന്നെ എനിക്ക് പറയാനുള്ളത്. അത് എല്ലാ മാസം ചെയ്താലും ഒരു കുഴപ്പമില്ല, ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും. പിന്നെ മാത്രമല്ല, നമ്മളിവിടെ വരുന്ന രോഗികളെ കാരണം കൂടുതലും ഈ തേയ്മാനം വരുന്ന രോഗികൾ അവർ പല ആയുർവേദ ആശുപത്രികളിലും പോയി തിരുമ് കണ്ടിട്ടാണ് തിരുമ്മി അതിനുശേഷം വരുന്നത്. ഈ തിരുമെന്ന് പറഞ്ഞ പ്രക്രിയ തേയ്മാനമുള്ളവർക്ക് നല്ലൊരു നടപടിയല്ല. കാരണം നമ്മുടെ ഈ എല്ലുകൾക്ക് കാർട്ടിലേജ് ബോണുകൾക്കിടയിലുള്ള ഫ്ലൂയിഡ് നഷ്ടമാകുമ്പോഴാണ് ഈ തേയ്മാനം പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. ആ ബോണുകൾക്കിടയിലുള്ള ഫ്ലൂയിഡ് നഷ്ടമായി കഴിഞ്ഞാൽ അവിടെ തിരുമെന്ന് പറഞ്ഞാൽ ആ ബോണുകൾ നമ്മൾ വീണ്ടും ഒരയുകയാണ്. അവിടെ വേദന കൂടത്തതേ ഉള്ളൂ. തിരുമൊരിക്കലും ഒരു ശാശ്വത പരിഹാരമല്ല തേയ്മാനത്തിന്. അത് ആദ്യം തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. കാരണം സോറിയാസിസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗത്തിനേക്കാൾ ഉപരി അതൊരു മാനസികമായിട്ടുള്ള ഒരു സമ്മർദ്ദം, ഒരു പിരിമുറക്കം ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ്. കാരണം മറ്റുള്ളവർ മുമ്പിൽ പോലും ഒന്ന് ഇറങ്ങി നിൽക്കാനോ ഒരു യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പൊതു സമൂഹത്തിൽ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ പോയി നിൽക്കാനും പോലും മാനസികമായിട്ട് ഒരു വിഷമം വരുന്ന ഒരു രോഗമാണ്. അപ്പം അതിന് കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഈ ഗുരുമുറ്റത്ത് നൽകുന്നുണ്ട്. അപ്പം ആ ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? തീർച്ചയായിട്ടും പറയാം. ഞാൻ അതിനൊരു അനുഭവം പറയാം. പ്രധാനമായിട്ടും പറയാനുള്ളത്, നിലമ്പൂരിൽ നിന്നൊരു ഭാര്യ ഭർത്താവ് ഇവിടെ വന്നിരുന്നു. ആ ലേഡിക്ക് 10-18 വർഷമായിട്ട് സോറിയാസിന്റെ രോഗത്തിൽ ചികിത്സയിലാണ് പലയിടത്തായിട്ട്. വിദേശത്തുനിന്ന് വന്നവരാണ്, സാമ്പത്തിക പ്രതിസന്ധികൾ മറ്റൊന്നുമില്ല. പക്ഷെ എൻ്റെ അടുത്ത് വന്നവർ കരഞ്ഞു പറഞ്ഞത് അവർക്ക് ആത്മഹത്യ ചെയ്യാനാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം ഒരു പൊതുവേദി ചെല്ലുവാനും മറ്റു മനുഷ്യർ ഇടപെടാനും ഒന്നും കഴിയുന്നില്ല. ആ മറ്റു മനുഷ്യർ ഇവരെ കാണുമ്പോൾ ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് എടുക്കുകയാണ്. ഈ സോറിയാസിസ് പോലുള്ള രോഗം ഒരിക്കലും മറ്റുള്ളവർക്ക് പകരുകയില്ല. ഇത് ഹെറിഡിറ്ററിയാണ്, പാരമ്പര്യമായിട്ടാണ് ഇത് പകരുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവർക്ക് ഒരിക്കലും ഇവരിൽ നിന്നും സോഷ്യൽ ഡിസ്റ്റൻസ് മനുഷ്യർ ഇടരുത്. ആ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. കുറച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. അതൊരു മാനുഷിക പരിഗണനയാണ്. നമ്മൾ ഈ ഒഴിവാക്കുമ്പോൾ അവർക്കുള്ളിൽ ഭയങ്കര വിഷമങ്ങളാണ് സൃഷ്ടിച്ചത്. ഇതിൽ കൃത്യമായ കോഴ്സിൽ മരുന്ന് കഴിച്ചാൽ നമുക്ക് 100% മാറ്റിയെടുക്കാം. ഇതിന് നമ്മൾ കൃത്യം പറയുന്നത് 41 ദിവസത്തെ 4 കോഴ്സ്, അതായത് 164 ദിവസം. അതുകൊണ്ട് തന്നെ പരിപൂർണമായിട്ട് ഒരു 15 വർഷം പഴക്കമുള്ള സോറിയാസിസ് വരെ ഒരു പാടുപോലും ഇല്ലാതെ മാറ്റിയെടുക്കാം. ഇനി ഇതിനിടയിൽ ചിലവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. 3 കോഴ്സ് കഴിയുമ്പോൾ തന്നെ ശരീരത്തിൽ നിന്നൊരു പാടുപോലും കാണില്ല. അവർ 4ാം കോഴ്സ് എടുക്കില്ല. അവർ പഴയ റൊട്ടീനിലോട്ട് കിടക്കും, ചിലർ മദ്യത്തിലോട്ട് കിടക്കും. പിന്നെ എനിക്ക് എന്തോ ആവുന്ന ചിന്ത ഉണ്ടാവും. പിന്നെ തിരിച്ചു വരുന്നത് പിന്നീട് നമ്മൾ ചികിത്സിച്ച് മാറ്റണമെങ്കിൽ 5-6 വർഷം എടുത്തേക്കാം. അതുകൊണ്ട് ദയവായി
ഈ കോഴ്സ് പൂർത്തീകരിക്കുന്നവരെയെങ്കിലും നമ്മൾ പറയുന്ന പഥ്യത്തിൽ, നമ്മൾ പറയുന്ന ഭക്ഷണക്രമങ്ങളിലും മറ്റ് ശീലങ്ങളിലൊക്കെ ഒന്ന് വിടുതൽ നൽകി ഈ മരുന്നിന് മാത്രം അർപ്പിച്ച് മരുന്ന് കഴിക്കുക. ഇതെനിക്ക് നിങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശമുണ്ട്. ഇതൊരിക്കലും നമ്മൾ പറയുന്നത് ഉപദേശമല്ല, നമ്മുടെ ഒരു അപേക്ഷയാണ്. കാരണം നമ്മൾ മരുന്ന് കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ക്രെഡിബിലിറ്റി മാത്രമല്ല, നിങ്ങളുടെ അസുഖം മൂർച്ഛിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്നത്. തീർച്ചയായിട്ടും വളരെ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം പല രോഗികളും അവരുടെ എന്തിനാണ് ഒരു രോഗം വന്നു, രോഗം മാറി എന്നുള്ള ചിന്തയാണ്. പക്ഷെ ആ വൈദ്യൻ കൽപ്പിക്കുന്ന ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പലരും തുനിയുന്നില്ല. രോഗം മാറുമ്പോഴേ മരുന്ന് നിർത്തുക, പിന്നെ എന്തുമാകാമെന്നുള്ളൊരു ചിന്തയിലേക്കാണ്. കൃത്യമായിട്ടും നമ്മുടെ കാണുന്ന പ്രേക്ഷകർ ചിന്തിക്കേണ്ടത്, ഈ വൈദ്യനെന്നല്ല, ഈ ഡോക്ടറിനല്ല, ആര് ഒരു ട്രീറ്റ്മെൻറ്റ് നിർദ്ദേശിച്ചാലും അവർ പറയുന്ന ആ കോഴ്സ് കാലാവധി പൂർത്തീകരിക്കണം. അതിനുള്ളിൽ നമ്മുടെ രോഗം മാറുമായിരിക്കും, നമ്മുടെ ശരീരത്തിന് എല്ലാ കലകളും മാറുമായിരിക്കും, പക്ഷേ ഉള്ളിൽ അതിൻ്റെ ഒരു ഇതുണ്ടായിരിക്കും. അത് ഡോക്ടർക്കും അല്ലെങ്കിൽ വൈദ്യർക്ക് അതിനെക്കുറിച്ച് അറിയത്തുള്ളൂ. ഇപ്പോൾ ഒരുപാട് കണ്ടുവരുന്നതാണ്, കൊച്ചു കുട്ടികൾക്ക് പോലും കണ്ടുവരുന്നതാണ് നമ്മുടെ റൗണ്ടായിട്ട് വട്ടം മുടി കൊഴിഞ്ഞു പോകുന്ന ഒരു ഭാഗത്ത് മാത്രം അലോപേഷ്യ. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ സെൻറ്ററിൽ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? തീർച്ചയായിട്ടും അതിന് നമുക്ക് ഉള്ളിലൊരു മരുന്ന് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ പുറമെ നമുക്ക് ആ ഭാഗം കഴുകാനായിട്ടൊരു വാഷ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ ഒരു ഓയിൽ, ഇത് മാത്രം മതി. ഇതിന് 2 or 3 മാക്സിമം ആണ് 3 കോഴ്സ്. 2 കോഴ്സ് തന്നെ പൂർണ്ണമായിട്ട് അത് മാറ്റിയെടുക്കാം. 100% റിസൾട്ടാണ്. ഇതുവരെ ഒരു ആൾ പോലും അത് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വളരെ വിളിച്ചിട്ടില്ല. മാത്രമല്ല നമ്മൾ പേഷ്യൻറ്റിന്റെ ഫീഡ്ബാക്ക് കൊടുക്കും. നമ്മൾ തിരക്കുകയും ചെയ്യും. എങ്ങനെയാണ് അവർ അസുഖം വരും, കൃത്യമായി നമുക്ക് കിട്ടുന്നതല്ല, നല്ലൊരു 100% റിസൾട്ട് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സർ, നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ സ്ട്രോക്ക് വന്നിട്ടുള്ള രോഗികൾ, ഒരു സൈഡ് തളർന്നു പോയിട്ടുള്ള രോഗികൾ, അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് നമ്മുടെ സെൻറ്ററിൽ എങ്ങനെയാണ് കൊടുക്കുന്നത്? നമുക്കിപ്പോൾ ഒരു പൊടുന്ന ഒരു വ്യക്തിക്ക് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്നത്, ദയവായി നിങ്ങൾ ആയുർവേദത്തിൽ ആദ്യം വെയിറ്റ് ചെയ്യാതെ അലോപ്പതി മെഡിസിനെ ആദ്യം ചെയ്യുക. കാരണം പെട്ടെന്നുണ്ടാകുന്ന ക്ലോട്ടിക്ക് അതൊരു മാറ്റാൻ അലോപ്പതിക്ക് സാധിക്കുകയുള്ളൂ. അതിനുശേഷം നിങ്ങൾ പാരലൈസ്ഡായി കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്തെങ്കിലും തിരുമുകളോ അല്ലെങ്കിൽ ഉള്ളിൽ മരുന്ന് കഴിച്ചുകൊണ്ടോ പതുക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഒരു കാരണവശാലും നിലവിൽ സ്ട്രോക്കിന് മരുന്ന് കഴിക്കുന്ന ആളുകൾ, അതുപോലെ പാർക്കിൻസൺ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളുകൾ ഉടൻ തന്നെ, അത് എവിടെ നിന്നുള്ള ആയുർവേദ ഡോക്ടർ പറഞ്ഞാലും നിങ്ങൾ ഒരു കാരണവശാലും ഇംഗ്ലീഷ് മരുന്ന് ഉടൻ തന്നെ നിർത്തരുത്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രോഗ്രസ് സ്വയം മനസ്സിലാക്കി, അതായത് മറ്റുള്ളവർ കണ്ട് വിലയിരുത്തുന്നതല്ല, നിങ്ങളുടെ ശരീരത്തുണ്ടാകുന്നതായിട്ട് നിങ്ങൾ തന്നെ ബോധ്യമായ ശേഷം നിങ്ങൾ പതുക്കെ ഗ്രാജുവലി മരുന്നിൻ്റെ അളവ് കുറയ്ക്കുക. ഇതാണ് എനിക്ക് തരാനുള്ള നിർദ്ദേശം. അതുപോലെ തന്നെ നമ്മളുടെ തേടിയെത്തുന്ന രോഗികൾക്ക് അധികം നമ്മൾ തന്നെ തയ്യാറാക്കുന്ന മരുന്നുകളും അതുപോലെ തന്നെ ടാബ്ലറ്റുകളൊക്കെ ആണല്ലോ കൊടുക്കുന്നത്. ഏതൊക്കെ തരം രോഗങ്ങൾക്കുള്ള മെഡിസിൻസ് ആണ് നമ്മൾ നിർമ്മിക്കുന്നത്? നമ്മൾ പ്രധാനമായിട്ട് നമുക്കെന്ന് പറഞ്ഞാൽ പാർക്കിൻസൺ ഡിസോർഡേഴ്സിന് നമുക്ക് 100% റിസൾട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു 70 to 80% റിസൾട്ട് നമ്മൾ കൊടുക്കും. പിന്നെ സ്റ്റേജ് 5 പാർക്കിൻസൺ രോഗികൾക്ക് നമുക്കിവിടെ ചികിത്സയില്ല. അത് നമ്മളിവിടെ സാധിക്കുകയില്ല. മറ്റെവിടെ ഉണ്ടോ നമുക്കറിയില്ല, കാണുമായിരിക്കും, അതുപോലെ തന്നെ നമുക്ക് ഇതിപ്പോൾ ചെയ്യുന്നത് ടോട്ടൽ ബോഡി ആർത്രൈറ്റിസിന് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 90% മാറ്റിയെടുക്കും. പിന്നെ സോറിയാസിസും ഏത് സ്കിൻ രോഗങ്ങളും 100% നമുക്ക് ക്യൂറോടാക്കി എടുക്കാം. പിന്നെ മൈഗ്രെയിന്, പിന്നെ അതുപോലെ തലകർക്കും ഛർദിയും അത് മുതലായിട്ടുള്ള പൂർണ്ണ അസുഖങ്ങളാണ് മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, പിന്നെ വെരിക്കോസ് വെയിൻ, ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. പിന്നെ നേസൽ പോളിപ്സ്, അതിന് അലോപ്പതിയിൽ ഓപ്പറേഷൻ മാത്രമാണ് പറയുന്നത്. നമ്മൾ ഓപ്പറേഷൻ ചെയ്താൽ അത് വീണ്ടും തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. നമുക്ക് അതിനും പരിപൂർണ്ണമായിട്ട് ഒരു 2 കോഴ്സ്, ദാറ്റ് മീൻസ് ഒരു 41 days അതിനുള്ളിൽ തന്നെ പരിപൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം. ഇതിനുള്ള ഇത്രയുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഭാവി നമുക്കറിയില്ല, പുതിയ കുറച്ച് മരുന്നുകൾ നോക്കുന്നുണ്ട് ഞങ്ങളുടെ ആവശ്യപ്രകാരം. സർ, അതുപോലെ തന്നെ നമ്മളുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഗുരുമുറ്റം ആയുർവേദ ഹോസ്പിറ്റലിൽ ഒരുപാട് രോഗികൾക്ക് അത്ഭുതകരമായിട്ടുള്ള മാറ്റം കൊടുത്തിട്ടുള്ള, അവർക്കൊരു നല്ല ലൈഫ് സമ്മാനിച്ചിട്ടുള്ള ഒരു സ്ഥാപനം. നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച്, ചികിത്സാ ജീവിതത്തിലെ അനുഭവത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ടായിരിക്കും. എങ്കിലും താങ്കളുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു നല്ല ചികിത്സാ അനുഭവം നമ്മളുടെ സെൻറ്ററിൽ എത്തിയിട്ടുള്ള ആ ഒരു ഓർമ്മയിൽ വരുന്ന പെട്ടെന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു സുകുമാരൻ ഒരു സാറുണ്ട്, തിരുവനന്തപുരത്തുള്ള. അദ്ദേഹം ഗവൺമെൻറ് കോളേജിലെ അധ്യാപകനായിരുന്നു. അദ്ദേഹം നമ്മുടെ ശ്രീത്ര ഗ്രേറ്റ്, അത് അവിടുത്തെ ചികിത്സ തേടി കുറേ നാൾ ചികിത്സിച്ചെടുത്തില്ല. പാർക്കിൻസൺ രോഗിയായിരുന്നു. നമ്മുടെ കൊണ്ടുവന്ന നിമിഷം അദ്ദേഹത്തെ നമുക്ക് നടക്കാൻ കഴിയില്ല, അതുപോലെ എടുത്തുകൊണ്ടാണ് വന്നത്. നമ്മൾ 21 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഇവിടെ നിന്ന് അദ്ദേഹം സ്വന്തമായി നടന്ന് കാറിൽ കയറി, അദ്ദേഹമല്ല ഓടിച്ചു പോയത്, മകനാണ് ഓടിച്ചത്, സ്വന്തമായിട്ട് അദ്ദേഹം നടന്ന് കാറിൽ കയറി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യം അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ എല്ലാം ചെയ്യുന്നത്. ആ രീതിയിൽ നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അത് വലിയൊരു നമുക്കൊരു അനുഭവം, അത് നമ്മുടെ ഒരു ചികിത്സാ ജീവിതത്തിൽ ഒരു നല്ലൊരു വലിയൊരു അനുഭവം തന്നെയാണ്. ഓക്കെ, ഇനി നമ്മുടെ ഗുരുമുറ്റത്തിൻ്റെ
ഒരു ഫ്യൂച്ചർ പ്ലാൻ, നമ്മളുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, എപ്പോഴും എന്തിനും ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. നമ്മളുടെ സെന്ററിന്റെ ഇനിയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ലക്ഷ്യം എന്താണ്, എങ്ങനെയാണ് മനസ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ജനങ്ങൾക്ക് ഏതൊക്കെ രോഗങ്ങളുണ്ടോ അത് നമുക്ക് 100% മാറ്റാൻ കഴിയുന്നുണ്ട്, അവയ്ക്ക് മരുന്ന് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. ഇപ്പോൾ കുറേ ആൾക്കാരുടെ ആവശ്യപ്രകാരം നമ്മളിപ്പം ഈ ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങൾക്ക് നമ്മൾ മരുന്ന് ഉണ്ടാക്കി കുറേ പേർക്ക് ടെസ്റ്റിംഗ് കൊടുത്തു, അതിൽ നമുക്ക് 100% റിസൾട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ആൾക്കാർ റിക്വസ്റ്റ് പോലെ നമ്മളിപ്പം കുട്ടികളില്ലാത്ത കുറേ ആൾക്കാരുടെ പലയിടത്തും നമ്മൾ കണ്ടുവരുന്നതാണ്. അവരുടെ കണ്ണീരൊപ്പം നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ നമ്മളത് മാക്സിമം ശ്രമം നടത്തുകയാണ്. അതിനുള്ള മരുന്ന് ഇപ്പം നിർമ്മാണശാലയിൽ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും അതിന് റിസൾട്ട് ഉണ്ടെങ്കിൽ നമ്മളെ പൂർവികർ എഴുതി വെച്ചിട്ടുള്ള റിസൾട്ട് ഉണ്ടെന്നായിരിക്കും വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തായാലും ജനങ്ങളിൽ പെട്ടെന്ന് എത്തിക്കുന്നതായിരിക്കും. അത് സത്യം പറഞ്ഞാൽ അതൊരു ചികിത്സകൻ എന്നുള്ള നിലയിലേക്ക് ഏറ്റവും വലിയൊരു അഭിമാനം തോന്നുന്ന നിമിഷമാണ് ഈ പറയുന്ന കുട്ടികളില്ല എന്ന് പറയുന്ന ഒരു റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യം താങ്കളിലേക്ക് എത്തട്ടെ. നമ്മുടെ ഗുരുമുറ്റത്ത് അതും കൂടി ആ ഒരു പങ്കുകൾ കൂടി നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങളും ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗുരുമുറ്റത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കി കഴിഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ ഇവിടേക്ക് എത്തേണ്ട ഒരു ലൊക്കേഷനെ കൂടി താങ്കൾക്ക് പറയാം. അതുപോലെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എനി ടൈം ഇവർ കോൾ ചെയ്താലും വാട്സപ്പിലുണ്ടെങ്കിലും 24 hours ഇവർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടേക്ക് എത്താനുള്ള ഒരു റൂട്ട് മാപ്പ് സാറ് പറയുന്നതായിരിക്കും. എങ്ങനെയാണ് സാർ നമ്മുടെ സെന്ററിലേക്ക് എത്തേണ്ടത്? പ്രധാനപ്പെട്ട മാവേലിക്കര ജില്ലാ ആശുപത്രി, അവിടെ 100 മീറ്റർ അത്രേ ഉള്ളൂ. ഗുരുമുറ്റം ആയുർവേദ നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താലും മതി, ലൊക്കേഷൻ ഓൾറെഡി കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എറണാകുളം ഭാഗത്തു നിന്ന് വരുന്നവരാണെങ്കിൽ ഹരിപ്പാട് നിന്ന് നമുക്ക് 12 റൂട്ടിൽ വരുവാണെങ്കിൽ സെന്ററിന്റെ മുമ്പിലെത്താം. അതുപോലെ തന്നെ ട്രിവാൻഡ്രം ഭാഗത്ത് നിന്ന് വരുവാണെങ്കിലും കായംകുളത്ത് നിന്നായാലും ഇങ്ങോട്ടെത്താം, ഹരിപ്പാട് നിന്നായാലും എത്താം, അതല്ലെങ്കിൽ പന്തളത്ത് നിന്നായാലും ഇങ്ങോട്ടെത്താം. ഓക്കെ, എന്തുണ്ടെങ്കിലും ഈ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സെന്ററിൽ നമ്മുടെ സ്റ്റാഫുകളുണ്ട്. അവർ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ വിജയത്തിന്റെ തീർച്ചയായിട്ടും ഒരു നെടുന്തൂണ് അവർ സ്റ്റാഫുകൾ തന്നെയാണ്. പരിപൂർണമായിട്ടും അവരുടെ സപ്പോർട്ടും കോൾസുകളും എല്ലാം അവർ അറ്റൻഡ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രോഗ്രാം കാണുന്നവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ പ്രോഗ്രാമിൻ്റെ വൈൻഡപ്പ് ടൈം ആയിരിക്കുകയാണ്. ഇനി നമ്മുടെ പ്രേക്ഷകരോടായിട്ട് എന്താണ് ഗുരുമുറ്റം, നമ്മൾ ഇനി ഏതൊക്കെ തരത്തിലുള്ള രോഗികൾക്ക് ആശ്വാസകരമായി എങ്ങനെയൊക്കെ നമുക്ക് മാറാൻ കഴിയും, എന്താണ് പറയുന്നത്? എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളാൽ നിങ്ങളുടെ അസുഖം കൊണ്ട് വരിക, നിങ്ങൾക്ക് മാറ്റം ഉണ്ടായാൽ മാത്രം നിങ്ങൾ മറ്റൊരു മുന്നോട്ട് എത്തിക്കുക. അല്ലാതെ ഒരു പരിസരത്ത് നമ്മളൊന്നും ചെയ്യുന്നില്ല, ഒരു താല്പര്യമില്ല. നിങ്ങളുടെ അസുഖം മാറി എന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ ആളുകളെ കൊണ്ടുവരാവുള്ളൂ. അത് ഒരു കാരണവശാലും നമ്മളെ അല്ലാതെ പ്രൊമോട്ട് ചെയ്യേണ്ട. വളരെയധികം നന്ദി സാർ. കാരണം ഇനിയും ഞാൻ മുമ്പേ താങ്കളുടെ പിതാവ് വരുന്നപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇനിയും ഒരുപാട് രോഗികൾക്ക് അല്ലെങ്കിൽ ഈ അവശത അനുഭവിക്കുന്നത് ഒരു ആശ്രയമില്ലാതെ പല ഭാഗങ്ങളിൽ പോയി ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടും സാമ്പത്തികവും സമയം നഷ്ടപ്പെടുത്തിയവർക്ക് ഇതൊരു ആശ്രയം തന്നെയാണ്. ഇനിയും ഒരുപാട് ജനങ്ങളിലേക്ക് ഇതെത്തട്ടെ, ഇതിൻ്റെ ഒരു അനുഗ്രഹം എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും താങ്കളുടെ ഈ ടൈം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അനുവദിച്ചതിൽ വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.